ഹായ് ഗൈസ്, ഒരു കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം. കുട്ടി വ്ളോഗ് എന്താ വെച്ചാൽ ചെറിയൊരു പണിയിലേക്കാണ്. എന്താ പണിയെന്ന് വെച്ചാൽ ചെറിയ കൊലയൊന്നല്ല കേട്ടോ, അങ്ങ് കുറച്ച് മണി വലിയ കൊലയാണ്. കാണുന്നില്ലേ? വലിയൊരു കൊല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൊല പൂവനാണ്, പക്ഷെ പേരക്ക മുറിച്ച് ഇതിൻ്റെ വലിപ്പം കണ്ടോ. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വീണു പോകും. അതുകൊണ്ട് നമ്മൾ എന്താക്കണം എന്ന് വെച്ചാൽ ഇതിനെ അടർത്തി വെക്കുക എന്നറിയൂലേ. കൈ മുറിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം കേട്ടോ. എനിക്ക് ഇത്തരം പണികളെടുത്ത് ശീലമില്ലാത്തതാണ്. ഓക്കെ ഗായ്സ്, നല്ല പഴുത്ത പഴം, പഴുത്തിട്ടില്ല കേട്ടോ, പകുതി പഴുപ്പായിട്ടേ ഉള്ളൂ. ഇതിങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പഴുക്കുമ്പോഴേക്ക് ഒന്നായിട്ട് വീണ് പോകുന്ന ഒരു പഴമാണിത്. ഇവിടെ തന്നെ ഉണ്ടായതാണ്. കൊലവെട്ടുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി. കത്തി കൊണ്ട് വലിയ പ്രായം കാണിച്ച് ശീലമില്ലാത്തത് കൊണ്ട് അടുത്ത കൊല ഇത് പഴുക്കുമ്പോഴേക്കും ഒന്നായിട്ട് ഒരുമിച്ചങ്ങ് പഴുത്തോടും. അതാണ് മെയിനായിട്ട് പ്രശ്നം. അടുത്ത പടല ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പച്ചയാണ് കേട്ടോ, പക്ഷെ ഇപ്പം കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ കഴിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയും, എൻ്റെ വീട്ടിൽ ആഴ്ചക്ക് എന്ന് പറഞ്ഞാൽ അതിൽ കൊല വെട്ടും. നിങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. പക്ഷെ ഈ പഴമൊന്നും ഇല്ലാത്ത ആൾക്കാർ എത്ര പീടിയിൽ നിന്ന് ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ച് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നതും ടൗണിലൊക്കെ താമസിക്കുന്നതൊക്കെ ആൾക്കാർ എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും ഇതേപോലെ നല്ല നാടൻ പഴം കിട്ടാൻ. പക്ഷെ ഉള്ളവന് അതിന് വിലയുണ്ടാവില്ല എന്ന് പറയും. ഇവിടെ എൻ്റെ മക്കളെ പുറകെ നടക്കല. ഞാൻ മക്കളെ ഒന്നെടുത്ത് കഴിച്ച് തീർക്കടാ, ഇങ്ങനെ വെച്ചേക്കല്ലടാ എന്നിങ്ങനെ പറഞ്ഞ് പുറകെ നടക്കണം, എന്നാലേ ഒന്നെടുത്ത് കഴിക്കുള്ളൂ. കണ്ടോ എത്ര കണ്ടുണ്ട് എന്നറിയോ. പേരൊക്കെ അവിടുന്ന് ഇങ്ങോട്ടെടുത്ത് വെച്ചാൽ ഇപ്പം അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടാണ് എടുത്ത് വെക്കേണ്ടതാണ്. എപ്പോഴും കൊല പഴുക്കുമ്പോഴേക്കും ഞാൻ എങ്ങോട്ടെങ്കിലും കൊടുത്തയക്കില്ലായിരുന്നു. ഇപ്പം എൻ്റെ മകളും കഴിക്കൽ തുടങ്ങിയതിന് ശേഷം ഇവിടെ വെച്ചത്. അപ്പം മകനും മകളൊക്കെ കഴിക്കൽ തുടങ്ങിയതിന് ശേഷം ഞാൻ വീട്ടിൽ വെപ്പിക്കലാണ്. കാരണം ബഹളം കൂട്ടി ഞാൻ കഴിപ്പിക്കും. അവരോട് പറയുമ്പോൾ ഇന്നടുത്ത് കഴിക്കടാ, കയ്യിൻ്റെ കറയാണ്, പഴത്തിൻ്റെ കറയാണ്, സോപ്പിട്ട് നമ്മൾ പോയിട്ടില്ല. ഞാൻ വീഡിയോസിന് വേണ്ടിയിട്ട് വളയിട്ടതാണ്. കഴിയില്ലായിരുന്നു. ഡോക്ടറിനോട് വെള്ളം കുടിക്കാൻ പറയും, ഞാൻ കുടിക്കില്ല. അപ്പം അങ്ങനെയാണ്
ഇതേക്കണ്ടോ, ഇത്രയും പഴം. കുറച്ച് നാളെ ഏട്ടത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം, മക്കളെ അവളും ഇങ്ങോട്ട് കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് അവളെ വീട്ടിലേക്ക് കൊടുത്തയക്കണം. അവിടെ ഒന്ന് സ്ഥലം ഒഴിയും. ഞാൻ പറഞ്ഞില്ലേ, പഴുക്കുമ്പോഴേ ഒന്നായിട്ട് ഒരുമിച്ചാണ് പഴുക്കുക. ഈ ഒരു പടല ചിലപ്പോൾ എൻ്റെ മക്കളെ കൊണ്ട് തിന്നാനാവുമായിരിക്കും, പക്ഷെ മൊത്തമായിട്ടൊരു ദിവസം അവർക്ക് തിന്നാൻ പറ്റില്ലല്ലോ. ഞാൻ എന്താക്കില്ലെന്നറിയോ, അവിലുണ്ടല്ലോ, അവിൽ കുറച്ച് മേടിക്കും. എന്നാലും മോനും മോൾക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവിലും പഴവും കൊടുക്കും. അതേപോലെ ഈവനിങ് ചായക്ക് അവിലും പഴവും കൊടുക്കും. ഇവർക്ക് ഈവനിങ്ങിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടണം, മോർണിംഗിലും എന്തെങ്കിലും തിന്നാൻ കിട്ടണം. അപ്പോൾ എന്താക്കും, അവിൽ മേടിച്ചാൽ അവിലും പഴവും അതായിരിക്കും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. കുപ്പിവള ഇട്ടിട്ട് ഒന്നായിട്ട് കൈ മുറിഞ്ഞു ഗൈസ്. ഇനി ഈ വള പൊട്ടിച്ചെടുക്കണം, വീഡിയോസിന് വേണ്ടിയിട്ട് എടുത്തതാ. അപ്പോൾ ഒരു കുട്ടി വ്ളോഗ് ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ ഫ്രം ജസ്ന സെലി. വീണ്ടും സന്ധിക്കും വരെ വണക്കം.